നേതാക്കൾക്ക് പുറമെ ഒരു പാർട്ടിയെ തന്നെ പ്രതി ചേർക്കുക, അത് വളരെ അപൂർവമായ ഒരു കാര്യമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒപ്പം നാഷണൽ ഹെറാൾഡ് കേസിൽ പോലും അല്ലെങ്കിൽ ആ കേസിൽ നേതാക്കന്മാരെ പ്രതി ചേർത്തതല്ലാതെ പാർട്ടിയെ പ്രതി ചേർക്കുക എന്നത് സമീപകാല ചരിത്രത്തിലില്ല എന്ന് അതിനകത്ത് മലയാള മനോരമയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ഏതായാലും ഈ വാർത്തയിൽ CPM പ്രതി നേതാക്കളും എന്ന് മനോരമ എഴുതുമ്പോൾ പാർട്ടി പ്രതി എന്ന് മാതൃഭൂമി എഴുതുന്നു. ഒപ്പം ദേശാഭിമാനി ഈ വാർത്തയെ അവതരിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഉള്ള ഒരു നിലപാടിലേക്ക് ദേശാഭിമാനി അങ്ങനെയായിരിക്കുമല്ലോ എഴുതുന്നത്. BJPയുടെ തിരക്കഥ ED വാലാട്ടി എന്നാണ് പറയുന്നത്. ഒപ്പം വീക്ഷണം കുറച്ചുകൂടെ മറ്റൊരു ഭാഷയിൽ, അല്ലെങ്കിൽ ഒരു മാധ്യമ രീതിയുടെ അല്ലെങ്കിൽ പത്രങ്ങൾ എഴുതുന്ന ഒരു ഭാഷയ്ക്ക് കുറച്ച് വിരുദ്ധമായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിലവാരത്തിലുള്ള ഒരു പ്രയോഗം എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും CPM നേതാക്കൾ കട്ടു എന്നുള്ള വീക്ഷണത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഏതായാലും മാധ്യമ അടക്കം അല്ലെങ്കിൽ കൗമുദി അടക്കം എല്ലാ പത്രങ്ങളും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതിൻ്റെ ഒരു